ഹംസാക്ക ഇവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കണല്ല വെറുതെ അങ്ങാടിക്ക് കാണാത്ത ഹംസാക്ക നിങ്ങളെന്താ ചെടി നനച്ചുകൊണ്ടിരിക്കുക? ഇവിടെ ഒന്ന് വരുമോ നിങ്ങള്? ഒരു ചെറിയൊരു കാര്യം ചോദിക്കാണ്ട്. എന്താ അമ്മക്ക് എനിക്ക് പറയാനുള്ളത്? ഞാൻ വരാം, അവിടെ നിൽക്ക്. അല്ല മൂസ, എന്താ കാര്യം പറ. എന്താണ്? കുറേ ദിവസമായി ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഞാൻ സൗദിയിലും ഖത്തറിലൊക്കെ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്താണ്. എനിക്കാണെങ്കിലോ 1500 റിയാൽ ശമ്പളമുള്ളൂ. അതിൻ്റെ ചെലവും വീട്ടിലെ ചെലവും പോയാലേ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കാണ്ട് ഇത്രയും വലിയൊരു വീടുണ്ടാക്കില്ല, ഒരു ഗൾഫിക്കും പോവാതെ. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ എനിക്കൊന്ന് പറഞ്ഞു തരും നിങ്ങൾ. നമുക്ക് ഇതറിയാനാ ഇങ്ങോട്ട് വന്നേണ്. ഞാൻ പറഞ്ഞുതരാം, അത് നീണ്ട ചരിത്രമാണ്. അനക്കൊന്നും അതിനെക്കൊണ്ട് കഴിയൂലടാ. പൈസക്കാരനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനക്ക് ഐഡിയ ഒക്കെ പറഞ്ഞുതരാം, പക്ഷെ ഇത് നോക്ക്. ശ്രമിച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ വീടെടുത്ത കുട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ എനിക്കും അതുപോലത്തെ വീടുണ്ടാക്കലില്ല. അത് എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തരണം. ഇജാ കുന്നും മലയൊക്കെ കയറുമോ? അന്നെ കൊണ്ട് കെയ്യാണെങ്കിൽ 2 കുന്നും 3 കാടുണ്ട്. അത് കടന്നാല് ഇരുമ്പുംചോലക്കാടുണ്ട്, വലിയ കാടാ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല സ്വർണം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ വീടല്ല, നല്ല വണ്ടി കൊടുക്ക. ഈ ഇരുമ്പും ചോലങ്കാട് എന്ന് പറഞ്ഞത് നമ്മളവിടെ അർത്ഥനല്ലേ? പക്ഷെ അത് വലിയൊരു കാടല്ലേ? ആ കാട്ടിട്ട് അങ്ങനെ ആരും പോലില്ല. പക്ഷെ അവിടെ പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? ഞാൻ പോയതുകൊണ്ടാണ് എനിക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിന് അവിടെ പോകുമ്പോ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനാണ്ട് കയറി. ആ മലയും കുന്നൊക്കെ കയറിയപ്പോ അവിടെ കണ്ട കാഴ്ച, അവിടെ പാമ്പ് മാണിക്കക്കല്ലിനെ കൊണ്ടിടാളാ. അവിടെ സ്വർണ്ണുണ്ട്, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ എനിക്ക് പോയാല് എനിക്കും കഴിച്ചില്ല. എല്ലെന്ന് അവിടെ പാമ്പ് മാണിക്കക്കല്ല് കൂടുന്നത് ആ കാട്ടില്? അല്ല, എനിക്ക് സ്വർണം കിട്ടോ? പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടില്ല പാമ്പ് മാണിക്കക്കല്ലിനായിട്ട് പോണെന്ന്. ആ മാണിക്കക്കല്ല് മുഴുവനും സ്വർണ്ണാണ്. ഞാൻ അവിടെ പോയി അത് നുള്ളിപ്പെറുക്കിയിട്ടാണ് ഈ പെരണ്ടാക്കിയത്. പോയി അത് നുള്ളിപ്പെറുക്കിയിട്ട് പെരണ്ടാക്കാൻ നോക്കാം അമ്മയ്ക്ക. ഇയാള് പറഞ്ഞില്ലേ എന്തോ ഒരു കാര്യണ്ട്. എന്തായാലും കാട്ടിലൊന്ന് പോയി നോക്കുക. മലപ്പാമ്പ് ഈ കാട്ടിൽ എന്തൊക്കെയോ സംഭവിക്കണ്ടല്ലോ പഠിച്ചോനെ. ഈ കല്ലും വേണ്ട, ഒരു പണ്ടാറും വേണ്ട, തടി കിട്ടിയാ മതി. അല്ല, എവിടുന്ന് വരുന്നേ? പറ്റ ക്ഷീണിച്ചിക്കണല്ല. എടോ ചങ്ങായി, ഞാൻ ഇരുമ്പിൻ ചോലക്കാട്ടില് പോയി അവിടെ സ്വർണം ടീച്ചിട്ട് ഇന്നെ ആ ഹംസാക്ക പറ്റിച്ചതാണ്. ആ കാട്ടിക്ക് പോയി വന്നാ അല്ല, ജീവൻ കിട്ടിയത് ഭാഗ്യം. അവിടെ പാമ്പ്, തേള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണത്. അന്ന് ഹംസാക്ക പറ്റിച്ചിട്ടാ. ഈ പറഞ്ഞ സംഗതിയൊക്കെ ഞാൻ കണ്ടു പേടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇന്നെ ഹംസാക്ക പറ്റിച്ചതാണ്. ആ ഹംസാക്ക എങ്ങനെ പെരെടുത്തുന്നാവോ? അയാളെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കി പെരയണത്. അയാളെ വാക്ക് കേട്ടിക്കാണ്ട് ആ കാട്ടു പോയിക്കണത്. അയാളാണ് എന്നെ പറ്റിച്ചത്. ആ വരുന്ന ആള് അന്നല്ലേ? ആ ഹംക്കേനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഹംസാക്ക അവിടെ നിക്കേ. നിങ്ങളെ ആ കാട്ടിലെ സ്വർണ്ണം ഉണ്ടെന്ന് അറിയാൻ എന്നെ പറ്റിച്ചില്ല. ആ കാട്ടിൽ നിറച്ച് പാമ്പുകളാണ്. നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നടന്നാൽ ശരിയാവോ? എന്നെ പാമ്പ് കൊത്താൻ എന്റെ ഭാഗ്യം. ഈ മേലാൾക്ക് നാട്ടുകാരെ പറ്റിച്ചിട്ടൊന്ന് നോക്കോണ്ടി.